ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുഷീസ് ഹെൽത്തി കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇപ്പം മുരിങ്ങയ്ക്കയുടെ സീസണാണ്. മുരിങ്ങയെല്ലാം പൂക്കുന്ന സീസണാണ്. മുരിങ്ങ നിറച്ച് പൂത്തിങ്ങനെ നല്ല ഭംഗിയായിട്ടിങ്ങനെ പൂ നിൽക്കുന്ന സമയമാണ്. അപ്പം എല്ലാവരും മുരിങ്ങയ്ക്കയും മുരിങ്ങയുടെ പൂവും മുരിങ്ങയുടെ ഇലയും ഒക്കെ ഹെൽത്തിയാണെന്നറിയാൻ എല്ലാവരും തോരനൊക്കെ ഉണ്ടാക്കുകയും മറ്റ് കറികൾക്ക് ഉപയോഗിക്കുന്ന സമയമാണ്. വളരെ ഹെൽത്തിയും ടേസ്റ്റിയുമാണ് മുരിങ്ങയും മുരിങ്ങയുടെ ഇലയും മുരിങ്ങയുടെ പൂവും ഒക്കെ. തമ്പനയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് മുരിങ്ങപ്പൂ തോരനാണ്. മുരിങ്ങയുടെ ഇല ഒരുപാട് ഹെൽത്തിയാണ്, മുരിങ്ങയ്ക്ക് ഒരുപാട് ഹെൽത്തിയാണ്, എല്ലാവർക്കും അറിയാം. മുരിങ്ങയില കൊണ്ടുള്ള തോരൻ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് അതിൻ്റെ റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും, പോയി കാണുക. അപ്പോൾ അതുപോലെ തന്നെ വളരെ ടേസ്റ്റി ഹെൽത്തിയുമായിട്ട് ഉണ്ടാക്കാവുന്ന ഒന്നാണ് നമുക്ക് മുരിങ്ങ പൂവും കൊണ്ടുള്ള തോരൻ. മുരിങ്ങയുടെ പൂവ് കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ്. നമ്മളെല്ലാം മഞ്ഞ കളറിൽ നമ്മുടെ വിഷുക്കണിക്ക് നമ്മൾ കണിക്കൊന്ന കാണുന്നത് പോലെ തന്നെ ഒരു ഭംഗിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് മുരിങ്ങപ്പൂ എടുത്തിട്ടുണ്ട്, ഫ്രഷ് മുരിങ്ങപ്പൂ. അപ്പോൾ അത് ഒന്ന് കഴുകി വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിരിക്കുകയാണ്. നമുക്ക് ഓരോ പൂക്കളിങ്ങനെ ഒന്ന് അടർത്തിയെടുക്കണം. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഫ്രഷ് മുരിങ്ങയുടെ ഇല, നല്ല ഫ്രഷ് തളിർത്ത മുരിങ്ങ ഇലയുണ്ടല്ലോ, അതൊരല്പം നമുക്ക് ഈ തോരൻ്റെ കൂടെ ചേർക്കാം. ഒരുപാട് ചേർക്കണ്ട, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. അല്ലെ മുരിങ്ങപ്പൂ ഒരുപാടുണ്ടെങ്കിൽ മുരിങ്ങപ്പൂ മാത്രം ഇട്ടാലും മതി. അല്പം ഒരു സ്പൂൺ തേങ്ങ മതി, അതിൽ കൂടുതൽ തേങ്ങ വേണ്ട. ഇതിന് ജസ്റ്റ് ഒരു കുഞ്ഞു പിടി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു സവാള നല്ല കുഞ്ഞായിട്ട് കൊത്തി അരിഞ്ഞത്. നിങ്ങൾക്ക് സവാളയ്ക്ക് പകരം ഷാലറ്റ് യൂസ് ചെയ്യാം. ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്ത് അതും യൂസ് ചെയ്യാം, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു വേറെ ഇൻഗ്രീഡിയൻറ്റ് കൂടെ ചേർക്കുന്നുണ്ട്, അതിപ്പോൾ കാണിക്കത്തില്ല, സീക്രട്ടാണ്. നമ്മൾ തോരൻ ഉണ്ടാക്കാൻ തുടങ്ങിക്കഴിയുമ്പോൾ കാണിക്കാം. ഓക്കെ, അപ്പം നമുക്ക് ആദ്യം ഈ പൂക്കളെല്ലാം ഒന്ന് അടർത്തിയെടുക്കാം. മീൻസ് അതൊന്ന് ഊരിയെടുത്താൽ മതി, ഇങ്ങനെ വന്നോളും. പൂക്കളൊന്നും എടുക്കാം. പിന്നെ നമുക്ക് ഈ ഇലയും ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഓക്കെ, ഈ ഇല അരിയുമ്പോൾ എപ്പോഴും കഴുകി വെച്ചതിന് ശേഷം വേണം അരിയാൻ. അരിഞ്ഞു കഴിഞ്ഞ് ഇത് രണ്ടും കഴുകരുത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ മുരിങ്ങ പൂവ് ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കുക. അങ്ങനെ പൂവായിട്ട് വേണേലും അങ്ങ് ഇടാം. ഞാൻ ഒന്നുകൂടി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ആ ശകലം തളുത്ത മുരിങ്ങയില അതും കൂടെ ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ചെറുതായിട്ട്. അപ്പോൾ നമുക്കിനി നമ്മളിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാനിൽ ഒരു ടേബിൾ സ്പൂൺ അല്ലെ ഒരു 2 ടേബിൾ സ്പൂൺ, 2 ടേബിൾ സ്പൂൺ ഒന്നും വേണ്ട, 1 ടേബിൾ സ്പൂണോളം നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ലെങ്കിൽ റിഫൈൻഡ് ഓയിൽ യൂസ് ചെയ്യാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത പച്ചമുളക്, ഈ സവാള ഇതങ്ങ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വഴറ്റിയെടുക്കുക. നമ്മൾ ഈ മുട്ട തോരനൊക്കെ വെക്കാൻ വഴറ്റുന്നത് പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അങ്ങ് ഒരുപാട് ബ്രൗൺ ഒന്നും ആക്കണ്ട. ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം, അതായത് ഈ ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ടി കിട്ടാനായിട്ട്. നമ്മുടെ സവാള ഇവിടെ ഒന്ന് വഴണ്ടിട്ടുണ്ട്. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താണ്. ഇനി നമ്മുടെ ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല, മുരിങ്ങ ഇലയാണ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുരിങ്ങപ്പൂ കൂടി അങ്ങ് ഇട്ട് കൊടുക്കുക. ഒന്ന് വഴറ്റിയെടുക്കുക. ആ ഇടയ്ക്കിടയ്ക്ക് ഗ്രീൻ കാണുമ്പോൾ നല്ലൊരു ഭംഗിയാണ് കളറ് കാണാനായിട്ട്. ഒരു 3-4 മിനിറ്റ് ഇതൊന്ന് വഴറ്റണം. അപ്പോൾ ഇത് ഏകദേശം കണ്ടു കഴിഞ്ഞാൽ മുട്ട തോരൻ വെച്ച പോലെ തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഒരു 2 മിനിറ്റ് ഒന്ന് ചിക്കി കൊടുത്തിട്ട് ഇതിൻ്റെ നടുക്കൂട്ട് നമുക്ക് ആ തേങ്ങയൊന്ന് വെച്ച് കൊടുക്കാം. ഇതിലോട്ട് നമുക്ക് മസാലകളൊന്നും ആഡ് ചെയ്യണ്ട. നുള്ളു മഞ്ഞൾ, ഒരുപാട് വേണ്ട, ഒരു 1/4 ടീസ്പൂണിലും കുറവ് മഞ്ഞൾ. ഓക്കെ, അതൊന്ന് ആ തേങ്ങയുടെ കളറൊന്ന് മാറാൻ വേണ്ടി മാത്രം ഒന്ന് ആഡ് ചെയ്യുക. ഇത് ഒന്ന് തത്തിപ്പൊത്തി വെക്കുക. ഫ്ലെയിം വളരെ കുറച്ച് വെക്കുക. അപ്പം വെള്ളം ഈ പാനിൻ്റെ സൈഡിൽ കൂടെ ഉണ്ടായിരിക്കും. അത് നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യമില്ല, എന്നാലും ഇത് അടിച്ച് പിടിക്കാതിരിക്കാനും
3 തൊട്ട് 4 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മളുടെ തോരൻ ഇവിടെ റെഡിയായൊന്ന് നോക്കാം. നമുക്ക് ഇതൊന്ന് ചിക്കി കൊടുക്കുക. ഫ്ലെയിം ലോ ആയിട്ട് തന്നെ വെക്കണം, ഹൈ ആയിട്ട് വെക്കരുത്. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പം നല്ല അടിപൊളിയായില്ലേ, തോരനായിട്ടുണ്ട്. നമ്മളുടെ മുട്ടത്തോരൻ്റെ ഒക്കെ ഇതായിട്ടുണ്ട്. ഇനി ഇപ്പം ഇതാണ് നമ്മൾ ചേർക്കാൻ പോകുന്ന നമ്മളുടെ സീക്രട്ട് സാധനം ചേർക്കാം. ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരു സൈഡിലോട്ടൊന്ന് മാറ്റി വെക്കുക. ഒരു മുട്ട ഒന്ന് നല്ലതുപോലെ അടിച്ചെടുക്കുക. മുട്ട ഇത് നമുക്ക് മുട്ട ചെറുതായിട്ട് പൊരിച്ചിട്ട് പിന്നെ വേണമെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മൾ വേറൊരു പാൻ യൂസ് ചെയ്യേണ്ട, അതുകൊണ്ട് ഇതിലോട്ട് തന്നെ നമുക്ക് ഈ ഒരു മുട്ട ഒന്ന് ഇതിലോട്ടങ്ങ് ചേർക്കാം. ഒരല്പനേരം ഒരു 2 മിനിറ്റ് ഒന്ന് അനക്കാതെ ഇട്ടിരുന്നാൽ നമുക്കതൊന്ന് ബൈൻഡായി കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കിത് ഇളക്കാം. ഇത് ഉടനെ തന്നെ ഒഴിച്ചാൽ ഉടനെ ഇളക്കണ്ട. കുട്ടികൾക്കൊക്കെ മുട്ട ചേർക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും ഈ തോരന്. അതാണ് ഞാൻ മുട്ട ചേർത്തുണ്ടാക്കുന്നത്. മുരിങ്ങയിലയാണെങ്കിലും നമുക്ക് മുട്ട ചേർത്തുണ്ടാക്കാം, ഇതുപോലെ മുരിങ്ങപ്പൂവാണെങ്കിലും മുട്ട ചേർത്തുണ്ടാക്കാം. ഇനി ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. മുട്ട ചേർക്കാതെയാണ് നിങ്ങൾ ഈ തോരൻ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എണ്ണ ചൂടായി വരുമ്പോൾ കടുകോ ജീരകമോ പൊട്ടിച്ചിട്ട് നമുക്ക് ഈ തോരൻ ഉണ്ടാക്കാവുന്നതാണ്. ഞാനിവിടെ കടുകും ജീരകവും പൊട്ടിക്കാഞ്ഞത് മുട്ട ചേർക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഇത് ഇനിയിപ്പോൾ നമ്മളിങ്ങനെ ഒന്ന് അതൊക്കെ ഒന്ന് ബൈൻഡായി വരുന്നുണ്ട്, ഒന്ന് ചിക്കി കൊടുക്കുക. അപ്പം നമുക്ക് തോരനായിട്ട് നമുക്കതിങ്ങനെ മിക്സ് ചെയ്യാം. ഒന്ന് 1 മിനിറ്റ് നമുക്ക് ആ തോരൻ്റെ കൂടെ ഇട്ടൊന്ന് മിക്സ് ചെയ്യാം. ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുക. ഈ തോരന് ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. മുട്ടയൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ നമ്മളുടെ അടിപൊളി തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഒരു 5 മിനിറ്റ്സ് പോലും വേണ്ട നമുക്ക് ഈ തോരൻ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ ഈ ചെറിയ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുടെ വളരെ ഈസി പീസി ആയിട്ടുള്ള സിമ്പിൾ മുരിങ്ങപ്പൂ തോരൻ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് തരാനും കമൻറ്റ് തരാനും മറക്കരുതേ. അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായി വരുന്നത് വരെ ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. താങ്ക് യു. ഈറ്റ് ഹെൽതി, സ്റ്റേ ഹെൽതി.